ഈ കുറിയന്നൂരിലെ ഈ ബസ് സ്റ്റോപ്പ് ആര് ഉദ്ഘാടനം ചെയ്തതെന്നറിയാമോ? കലാഭവൻ മണി 2012 ഉദ്ഘാടനം ചെയ്തതാണ്. വണ്ടികളൊക്കെ പോയി കിടക്കും. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയണേ. നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ ഉദ്ഘാടനം ചെയ്ത ബസ് സ്റ്റോപ്പാണ്. ഓ ഗായ്സ്, നോക്കൂ, നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. നോസിൽ പമ്പ് തയ്ച്ച് വണ്ടിയുടെ സകല സാധനങ്ങളും പോയി കിട്ടി. അപ്പോൾ നമ്മുടെ റാന്നിയിലെ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടുണ്ട്. ഒരു മഴക്കാല കാഴ്ചകളാണ് ഇനി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് നമ്മുടെ കോഴഞ്ചേരി പാലത്തിൻ്റെ പുതിയതായിട്ട് വരുന്ന പാലത്തിൻ്റെ ഭാഗത്തെ കുറച്ച് കാഴ്ചകളും കുറച്ച് വെള്ളപ്പൊക്കത്തിൻ്റെ കാഴ്ചകളും കാണിക്കുന്നത്. മഴവെള്ളം കിഴക്കമ്പയത്ത് നല്ലപോലെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തുള്ള താഴ്ന്ന ഭാഗത്തെല്ലായിടത്തും വെള്ളം കയറി തുടങ്ങി. രാവിലെ ജോലിക്കൊക്കെ പോകാൻ വലിയ പ്രയാസമായി. മഴയൊക്കെ ഉള്ളതുകൊണ്ട് എത്രയോ ആൾക്കാർ മഴ കാരണം ജോലിയൊക്കെ ഇല്ലാതിരിക്കുക. എന്തായാലും എനിക്ക് ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. രാവിലത്തെ ആ പോക്ക് ഇച്ചിരി പ്രയാസം തന്നെ, കാരണം വണ്ടിയൊക്കെ ഇല്ലാത്തതുകൊണ്ട്. ഈ ഭാഗത്തൊക്കെ ഞാൻ ഒരുപാട് അങ്ങോട്ടൊക്കെ നടന്നൊക്കെ പോയിട്ടുണ്ട്. ഇത് കരയായിട്ട കുറച്ച് ഭാഗങ്ങളൊക്കെ. ഇവിടെ ഞാൻ താഴെ ഭാഗത്തായിട്ട് ഞാൻ ബോർമയിൽ ജോലി ചെയ്തു. എൻ്റെ ആദ്യത്തെ സ്ഥാപനമായിരുന്നു. ഇവിടുന്ന് നടന്ന് ഞാൻ അക്കരെ കോഴഞ്ചേരിയിലൊക്കെ സാധനം കൊണ്ട് കൊടുക്കുമായിരുന്നു. എൻ്റെ അന്നത്തെ ഓർമ്മയിൽ ഡ്രോൺ ക്യാമറ പറപ്പിക്കാമായിരുന്നു. ഭയങ്കര മഴയാണ്. ഇത് ഞങ്ങളുടെ താഴ്വശത്തെ റോഡിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. ഇവിടെ റോഡേതാ എന്ന് അറിയത്തില്ല. ഒരപ്പച്ചൻ പുറകെ ഏതോ നടന്നു വരുന്നുണ്ട്. ഇന്ന് കയറിയ ഈ വെള്ളം, ഇനിയും വെള്ളം നല്ലപോലെ പൊങ്ങും. നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തൊക്കെ വെള്ളം കയറിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തണം കേട്ടോ. മഴയുടെ വിശേഷങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ. പുറകെ ഒരാൾ വരുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗങ്ങളും കുറച്ച് കാണിക്കണം. ഓ, മഴക്കാല കെടുതിയിട്ട് എടുക്കാൻ വേണ്ടി വന്നു. ഇങ്ങോട്ടുള്ളതൊന്നും അങ്ങനെ ആരും അങ്ങനെ പറയത്തൊന്നുമില്ല. ഇവിടെ ആദ്യം വെള്ളം കയറുന്നു, അത് എവിടുത്തെ പറയത്തില്ല. ആ ഭാഗത്തൊക്കെ നല്ല വെള്ളം. ചേട്ടന്മാരെ ഓരോരോ വർത്താനങ്ങളെ, അവരുടെ ഭാഗത്തോട്ടൊന്നും വീഡിയോ അങ്ങോട്ടൊന്നും എടുക്കുന്നില്ലല്ലോ. നമ്മള് സ്വകാര്യ ചാനലല്ലേ. ഇവിടെ ഞങ്ങളുടെ ഭാഗത്തെ താഴ്ന്ന ഭാഗത്ത് കുറച്ച് വെള്ളം കയറി കേട്ടോ. അപ്പം അതിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ എടുക്കാൻ വേണ്ടി വന്നാൽ ഞങ്ങളുടെ കണ്ടത്തിലും കയറി. ഇപ്പോൾ റോഡേതാ തോടേതാന്ന് അറിയാത്ത രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ 2018 ഇവിടെ ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു. അതുപോലെ വെള്ളപ്പൊക്കമുള്ള സമയം. അന്ന് ഞാൻ കോഴഞ്ചേരിയിലായിരുന്നു ജോലി ചെയ്യുന്ന സമയം. ആദ്യം നമ്മൾ അങ്ങോട്ട് പോകുമ്പം വെള്ളമൊന്നുമില്ല. തിരിച്ചു വന്നപ്പോൾ അരയറ്റത്തിന് മുകളിൽ വെള്ളമാണ്. സൂക്ഷിച്ച് നോക്കി, ഒരു കൊച്ചു പാമ്പ് അങ്ങോട്ട് പോണു. ഈ സമയത്തൊക്കെ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. കാരണം പാമ്പുകളൊക്കെ കയറി വരാൻ ചാൻസ് ഏറ്റവും കൂടുതലാണ്. പെരുപ്പാമ്പൊക്കെ ഇവിടെയൊക്കെ ഒഴുകി വന്നിട്ടുണ്ട്. ഫോറസ്റ്റുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ചെറുതൊന്നുമല്ല കേട്ടോ, പിടിക്കുവാങ്ങ് മുട്ടനാണ് വരുന്നത്. ഈ ശബരിമല വനത്തിൽ നിന്ന് വരുന്ന പമ്പാ നദിയുടെ വെള്ളമാണ് ഇവിടെ എല്ലാം കയറുന്നത്. നമ്മൾ അപ്പുറത്തൊക്കെ അങ്ങോട്ടൊക്കെ പോയായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. 2 ആൾ പൊക്കത്തിൽ താഴെ വെള്ളമുണ്ട്.
ഇവിടെ താഴോട്ട് ചെല്ലുന്തോറും ആഴം കൂടിക്കൊണ്ടേ. അപ്പോൾ ഒരു കൊച്ചു വീഡിയോസാണ് മഴക്കാലത്തിൻ്റെ. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പം നമ്മൾ നടന്ന് വെള്ളത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവൻ തന്നെ പോയി കിട്ടും. ഇത് തികച്ചും സാഹസികമായ ഒരു വെള്ളത്തിൽ കൂടെ ഒരു യാത്രയായിരുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം.